നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ബി.ജെ.പിയുടെ കാലം. അവസാന നിമിഷം സ്വതന്ത്രനും പിന്തുണ പ്രഖ്യാപിച്ചതോടെ തലസ്ഥാനത്ത് ബി.ജെ.പിക്ക് 51 കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചു. ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന രേഖ പ്രഖ്യാപിക്കും. എന്തായാലും തലസ്ഥാനം ഞെട്ടിക്കുമെന്ന് ഉറപ്പാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് ചരിത്ര വിജയം നേടിയ ബി.ജെ.പി ഒടുവിൽ കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചിരിക്കുകയാണ്. 13 ദിവസം നീണ്ട ചർച്ചകൾക്കൊടുവിൽ പാറ്റൂർ രാധാകൃഷ്ണൻ പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് ബി.ജെ.പി കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചത്. കണ്ണമൂല വാർഡിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച കൗൺസിലറായ രാധാകൃഷ്ണൻ മേയർ, ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷമെന്ന ആശങ്ക അകന്നത്. 50 സീറ്റുകൾ നേരത്തെ തന്നെ സ്വന്തമാക്കിയ ബി.ജെ.പിക്ക് ഇതോടെ 51 അംഗങ്ങളുടെ പിന്തുണയായി. 101 സീറ്റുകളുള്ള കോർപ്പറേഷനിൽ 51 സീറ്റായിരുന്നു കേവല ഭൂരിപക്ഷത്തിന് വേണ്ടിയിരുന്നത്. മേയർ സ്ഥാനാർത്ഥിയായി വി രാജേഷിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പാറ്റൂർ രാധാകൃഷ്ണൻ പിന്തുണ പ്രഖ്യാപിച്ചത്. ഇന്നലെ വൈകുന്നേരമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി മേയർ സ്ഥാനാർത്ഥിയായി വി രാജേഷിനെ പ്രഖ്യാപിച്ചത്. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന അടിയന്തര യോഗത്തിന് ശേഷമായിരുന്നു തീരുമാനം. ആശാനാഥാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി. ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷാണ് പ്രഖ്യാപനം നടത്തിയത്. മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികൾക്ക് മേയർ ആകുമെന്ന് കരുതപ്പെട്ടിരുന്ന ആർ ശ്രീലേഖ മധുരം നൽകി സന്തോഷം പങ്കുവച്ചതും ശ്രദ്ധേയമായി. തലസ്ഥാനത്തെ ബി.ജെ.പിയുടെ മുഖമായ വി രാജേഷ് ബി.ജെ.പി സംസ്ഥാന സെക്രട്ടറിയാണ്. കൊടുങ്ങാനൂർ കൗൺസിലറുമാണ് ഇദ്ദേഹം. കൗൺസിലറായി ഇത് 2ാം ഊഴം. ആർ ശ്രീലേഖ മേയറാകുമെന്നുള്ള തരത്തിലായിരുന്നു ചർച്ചകൾ പുരോഗമിച്ചത്. പക്ഷേ അന്ത്യത്തിൽ ആന്റി ക്ലൈമാക്സിൽ വൻ ട്വിസ്റ്റാണ് സംഭവിച്ചത്. ശ്രീലേഖയെ മേയറാക്കാനുള്ള നീക്കത്തെ പാർട്ടിയിലെ ഒരു വിഭാഗം ശക്തമായി എതിർത്തു. ഇതോടെയാണ് തീരുമാനങ്ങൾ മാറി മറിഞ്ഞത്. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം ശ്രീലേഖ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും എത്തില്ല എന്ന് തന്നെയാണ്. എന്തായാലും ആശാനാഥ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയാകും. കൂടുതൽ വിജയസാധ്യത, കൂടുതലുള്ള സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം ആർ ശ്രീലേഖയ്ക്ക്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തലസ്ഥാനത്തേക്ക്. വികസിത അനന്തപുരി എന്ന ലക്ഷ്യത്തോടെയുള്ള തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന രേഖ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. ജനുവരി അവസാനത്തോടെയാകും അദ്ദേഹം എത്തുക. കൗൺസിലർമാരെയും പ്രത്യേകം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം. ജനുവരി 9-ന് മോദി തമിഴ്നാട്ടിലും എത്തും. പുതുക്കോട്ടയിൽ തമിഴ്നാട് ബി.ജെ.പി അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രന്റെ സംസ്ഥാന പര്യടന സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒറ്റയ്ക്ക് ഭരണം നേടാനുള്ള അംഗബലമില്ലെങ്കിലും മേയർ സ്ഥാനത്തേക്ക് LDFും UDFും മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മുൻ MLA കൂടിയായ KS ശബരിനാഥനാണ് മത്സരിക്കുന്നത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മേരി പുഷ്പവും UDF സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുണ്ടാകും. പുന്നയ്ക്കാമുകൾ കൗൺസിലറും ജില്ലാ കമ്മിറ്റി അംഗവുമായ RP ശിവജിയാണ് LDFിന് വേണ്ടി പോരിനിറങ്ങുന്നത്. മത്സരിക്കാതെ മാറി നിൽക്കുന്നത് ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലാണ് CPM ജില്ലാ കമ്മിറ്റി ശിവജിയെ രംഗത്തിറക്കിയത്. വി രാജേഷിനെ തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥിയാക്കാൻ ബി.ജെ.പി തീരുമാനിച്ചതോടെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന മുൻ DGP ആർ ശ്രീലേഖ ഡെപ്യൂട്ടി മേയർ ആകില്ലെന്ന് ഉറപ്പായി. ജില്ലയിലെ മുതിർന്ന ബി.ജെ.പി നേതാക്കളുമായി ശ്രീലേഖ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സാഹചര്യം ശ്രീലേഖയെ നേതാക്കൾ ധരിപ്പിച്ചു. നേരത്തെ തർക്കം നിലനിന്ന സാഹചര്യത്തിൽ ശ്രീലേഖയുടെ വീട്ടിൽ വെച്ചും ചർച്ചകൾ നടന്നിരുന്നു. ശാസ്തമംഗലം വാർഡിൽ നിന്ന് ജയിച്ച ശ്രീലേഖ ബി.ജെ.പിയുടെ ഏറ്റവും സ്റ്റാർ കാൻഡിഡേറ്റുകളിൽ ഒരാളായിരുന്നു. പക്ഷേ ഏറെക്കാലമായി ജില്ലയിലെ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായ നേതാവാണ് വി രാജേഷ്. ബി.ജെ.പി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിലടക്കം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് രാജേഷിന് അവസാന ഘട്ടത്തിൽ തലസ്ഥാന മേയർ സ്ഥാനത്തേക്കുള്ള പരിഗണനയിൽ തുണയായത്. 101 സീറ്റുകളുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50 സീറ്റുകളിൽ വിജയം നേടിയാണ് ബി.ജെ.പി ചരിത്രത്തിലാദ്യമായി ഭരണം പിടിച്ചെടുത്തത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒറ്റയ്ക്ക് ഭരണം നേടാനുള്ള അംഗബലമില്ലെങ്കിലും മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ച CPM ജില്ലാ കമ്മിറ്റി. പുന്നയ്ക്കാമുകൾ കൗൺസിലറും ജില്ലാ കമ്മിറ്റി അംഗവുമായ RP ശിവജി ആയിരിക്കും CPM സ്ഥാനാർത്ഥി. മത്സരിക്കാതെ മാറി നിൽക്കുന്നത് ഗുണം ചെയ്യുന്ന വിലയിരുത്തലാണ് CPM ജില്ലാ കമ്മിറ്റി ശിവജിയെ രംഗത്തിറക്കിയത്. പാർലമെന്ററി പാർട്ടി ലീഡറായി SP ദീപകിനെ, പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയായി മുൻ മേയർ ശ്രീകുമാറിനെയും CPM ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുത്തു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രിയദർശിനിയെയും വൈസ് പ്രസിഡന്റായി B മുരളിയെയും തീരുമാനിച്ചു. അതിനിടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പരാജയത്തിൽ CPM ജില്ലാ കമ്മിറ്റി രൂക്ഷ വിമർശനം. മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ അഹങ്കാരം, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവന ആഗോള അയ്യപ്പ സംഗമത്തിൽ വായിച്ചത്, വെള്ളാപ്പള്ളിക്കൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ കാർ യാത്ര, ശബരിമല സ്വർണ്ണക്കൊള്ള, ജില്ലയിലെ വിഭാഗീയത തുടങ്ങിയ വിഷയങ്ങളിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അതിരൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. മേയറുടെ അഹങ്കാരവും കെടുകാര്യസ്ഥതയും തിരിച്ചടിയായെന്ന് ഭൂരിഭാഗം നേതാക്കളും ജില്ലാ കമ്മിറ്റിയിൽ വിമർശിച്ചു. മുൻ മേയർ VK പ്രശാന്ത് ആര്യക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു.
അറിയിച്ചു. ജില്ലയിലെ കടുത്ത വിഭാഗീയതയെ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ജില്ലാ സെക്രട്ടറി ഒന്നല്ല 3 പേരുണ്ടെന്ന വിമർശനവും ഉയർന്നു. നേതാക്കൾ പരസ്പരം ഭിന്നിച്ചു നിൽക്കുകയാണ്. 3 വിഭാഗങ്ങളെ നയിക്കുന്നത് 3 നേതാക്കളാണ്. തീരുമാനങ്ങൾ പരസ്പരം പരാജയപ്പെടുത്തുകയാണ് ഈ 3 വിഭാഗങ്ങളും ചെയ്യുന്നത്. ജില്ലാ നേതൃത്വത്തിന് കൂട്ടായ അഭിപ്രായമില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് അംഗങ്ങൾ മുന്നോട്ട് വെച്ചത്. അതേസമയം മറ്റൊരു വിവരവും കൂടി, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയുടെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച തീരുമാനത്തിൽ പ്രതികരണവുമായി VV രാജേഷ്. ഇന്നലെ ഉച്ചയ്ക്കാണ് തീരുമാനമുണ്ടായതെന്നും ഇത് സാധാരണക്കാരുടെ വിജയമാണെന്നും VV രാജേഷ് പറഞ്ഞു. എല്ലാ തിരഞ്ഞെടുപ്പുകളെയും ഗൗരവകരമായി കാണുന്നു. ശക്തമായ പ്രതിപക്ഷമുണ്ടായാൽ മാത്രമേ ആരോഗ്യകരമായ മത്സരമുണ്ടാകൂ. 50 പേര് മേയറാകാൻ യോഗ്യരാണെന്നും VV രാജേഷ് പറഞ്ഞു. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് തീരുമാനം വന്നതെന്ന് BJPയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായ ആശാനാഥ് പ്രതികരിച്ചു. പാർട്ടി ഏൽപ്പിച്ചത് ഭാരിച്ച ഉത്തരവാദിത്തമാണ്. ജനങ്ങളിൽ ഒരാളായി വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ആശാനാഥ് പറഞ്ഞു. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന അടിയന്തര യോഗത്തിന് ശേഷമായിരുന്നു VV രാജേഷിനെ BJP മേയർ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. ആശാനാഥാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികൾക്ക് ശ്രീലേഖ മധുരം നൽകി സന്തോഷം പങ്കുവയ്ക്കുന്ന കാഴ്ചയൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.